മൂന്നില് 2 എണ്ണമെങ്കിലും ഉണ്ടെങ്കിലാണ് അവർക്ക് PCOD എന്ന് പറയുന്നത്. അപ്പോൾ 1 വർഷം വന്നില്ലയോ, 5 മാസം വന്നില്ലയോ, 2 മാസം വന്നില്ലെങ്കിയോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇഷ്ടം പോലെ ആയിക്കോ. PCODക്ക് ക്യാൻസർ ഉണ്ടാകുമോ? ഉണ്ടാകാം. ഇങ്ങനെയുള്ളവർക്കാണ്. രോഗം മാറാൻ എന്നാ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഇത് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ പുള്ളിക്കാരത്ത് തന്നെ പറയും, ഡോക്ടറെ എൻ്റെ ഇപ്പോഴത്തെ പീരീഡ് കറക്റ്റായിട്ട് വരുന്നത്. ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇവരെയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ നിർത്താൻ പറ്റും. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേ അവളുടെ ശരീരം, അവളുടെ ഹോർമോൺ അവളുടെ ശരീരം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ അമ്മയടുത്തൊന്ന് പറഞ്ഞു, അമ്മ എനിക്ക് ചിലപ്പോൾ വയറിൽ കൂടെ ചിലപ്പം കിട്ടത്തില്ല, എൻഡോമെട്രിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഈ കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് ഇതൊന്നും അറിഞ്ഞൂടല്ലോ. വെൽനസ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് വെൽനസ് വാച്ചിൽ നമ്മൾ പ്രതിപാദിക്കുന്ന ടോപ്പിക്ക് വളരെ ഒരു പെൺകുഞ്ഞുള്ള ഏതൊരു അമ്മമാരുടെയും ഒരു കൺസേൺ ഉള്ളൊരു ടോപ്പിക്കാണ്. അത് വളരെയധികം കൂടി വരികയാണ്. ഒരുപക്ഷെ അവർക്ക് അറിയാവുന്ന ഒരാളിൽ ഒരു കുഞ്ഞിന് വരുന്ന ഡിഫക്റ്റ് പോലും നമ്മുടെ കുഞ്ഞിന് ഉണ്ടോ എന്ന് വരെ ഡൗട്ട് ചെയ്യുന്ന രീതിയിൽ അത്രയും കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഈ ഒരു ഏജിൽ, അതായത് ഒരു പീരീഡ്സൊക്കെ തുടങ്ങുന്ന ആ ഒരു ഏജ് 13, 12, 13 വയസ്സ് മുതലുള്ള പെൺകുഞ്ഞുങ്ങൾ, അവർ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന ഓരോ ഏജിലും ഡെവലപ്പ് ചെയ്യുന്ന ഹോർമോണും അവരുടെ ഓവറി, യൂട്രസ് എന്ന് പറയുന്ന അവയവങ്ങൾക്ക് വരുന്ന ചേഞ്ചസ്, ചില കുട്ടികൾക്ക് ഒരുപക്ഷെ ഇറഗുലർ പീരീഡ്സ്, പിന്നെ അങ്ങോട്ട് വരുന്ന ഇൻഫെർട്ടിലിറ്റി, കുട്ടികളുണ്ടാവാത്ത അവസ്ഥ, ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്നത് കല്യാണം കഴിഞ്ഞൊന്നുമല്ല. ഇത് വളരെ നേരത്തെ തന്നെ കുഞ്ഞുങ്ങൾ ആ ഒരു പീരീഡ് ഡെവലപ്പ് ചെയ്യുന്ന ടൈം മുതൽ വരുന്നതാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ചേഞ്ചസ് വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്, അതിന് സ്വയം ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താണെന്നും, ഇത് ഈ ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഉപയോഗിക്കുന്നത്. ഇന്ന് ഈ ടോപ്പിക്ക് നമ്മളോട് ഡീറ്റെയിൽഡായിട്ട് പറയാൻ വളരെ പ്രഗത്ഭനായ, ഇപ്പോൾ വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു യങ്, വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഡോക്ടറാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം സർ. ഞാൻ ഇന്ന് ഇൻട്രോ ചെയ്തത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. ഒരു യങ് കൊച്ച്, ഒരു പെൺകുഞ്ഞ് വളർന്നു വരുന്ന ആ സ്റ്റേജിൽ വരുന്ന അമ്മമാരുടെ ആങ്സൈറ്റി വളരെ കൂടുതലാണ്. കാര്യം ആ സ്റ്റേജിലാണ് ഹോർമോണൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഫിസിക്കലി മെൻ്റലി അവരുടെ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നൊരു ടൈമാണ്. വളരെ ആക്റ്റീവായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയിരുന്ന ഒരു പെൺകുച്ച് ഒരു പീരീഡ്സിൻ്റെ ആ ഒരു ബിഗിനിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവരിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ ഉൾവലിയുന്ന രീതിയിലോ, അതുമാത്രമല്ല മെൻ്റൽ ഇൻഹിബിഷൻസ് ഒരുപാട് കൂടുന്നു. ഒരു പക്ഷേ അമ്മമാരോടുള്ള ചിലവർക്കെങ്കിലും കുറച്ച് അവേർഷനോ സ്നേഹമില്ലായ്മയോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ഹാൻഡിൽ ചെയ്യാൻ ഇന്നത്തെ പേരൻസ് എക്യുപ്ഡ് ആണോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ ഇടയ്ക്കും ഒരു കൺസേൺ ഉണ്ട്, അവർ ഹൗ ടു ഹാൻഡിൽ യങ്ങർ ഗേൾസ് ഇപ്പോൾ ആ ഒരു പീരീഡിലുള്ളത്. അതാരും ആരെയും പറഞ്ഞു കൊടുക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. ഇതുമൂലം ഒരുപക്ഷെ ഇങ്ങനെ കാണിക്കുന്ന കൊച്ചിനോട് ദേഷ്യപ്പെടുകയും പിന്നെ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാത്ത അമ്മമാരും ഇതിനകത്തുണ്ടാവും. ഇതാരെയും കുറ്റപ്പെടുത്തുന്നതിനല്ല, ഡോക്ടറുടെ ആ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ, ആ നോളജിൽ എങ്ങനെയാണ് ഈ ഒരു ഏജിലുള്ളവരെ ഹാൻഡിൽ ചെയ്യുന്നത്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെ? ഇവർ ഹാൻഡ്ലിങ് എപ്പോഴും ഡിഫിക്കൽട്ടാണ് സർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയ കുട്ടികൾ, എല്ലാം ഓക്കെയാണ്, എല്ലാം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് സ്വാഭാവികമായിട്ട് ഇവർക്ക് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, പീരീഡ്സ് വരുന്നു. അപ്പം തന്നെ ഇവർ വണ്ടടിക്കാൻ തുടങ്ങും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറേയൊക്കെ അറിയാം, കാരണം യൂട്യൂബും അതും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് കാര്യങ്ങളെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാം അറിയാം, ഇതൊക്കെ നടക്കുമെന്നും അറിയാം. സെക്ഷുവലി കുറച്ചും കൂടെ ആക്റ്റീവുമാണ് ഇവർ നേരത്തെ തന്നെ. പിന്നെ ഇതൊക്കെ കുറച്ചും കൂടെ നേരത്തെ ഉണ്ടാവുന്നു, ഒരു 9 years 10 years ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉണ്ടാവും പീരീഡ്സ് വരുന്നു. 9, 10 വളരെ ഏജ് ഷിഫ്റ്റ് ഭയങ്കരമായിട്ടുണ്ടല്ലോ. നേരത്തെ ഒരു 12 years പറയുന്ന സംഭവം ഇപ്പം എല്ലാം 9, 10 yearsലാണ് നടക്കുന്നത്. ഏജിലല്ല, വെറും ഒരു കുഞ്ഞായിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യമൊക്കെ കാണിക്കും. ഈ അമ്മമാർ കുറേയൊക്കെ, കുറേ പേരെല്ലാം നമ്മളെ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നതും റീലിടുന്നതും അമ്മമാർ കുറേ ഉണ്ട്. അത് ഒരു വൈബിലങ്ങ് പോയിക്കോളും. പക്ഷെ അല്ലാത്ത കുറച്ച് അമ്മമാരുണ്ട്, എപ്പോഴും വഴക്കുറ. അറിയാലോ സാർ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ അത് ഇപ്പോഴും ഉണ്ട്. അമ്മമാർ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കുറയും, കുറ്റം പറയുന്നതൊക്കെ നല്ലത് പറയത്തില്ല. അപ്പോൾ അവർക്കാണ് ഈ കൂടുതലും പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അമ്മയും മോളും കൂടെ വന്നിരിക്കുന്നു, ഡോക്ടറെ ഇവർക്ക് പീരീഡ് തെറ്റി വരുന്നു, 2 മാസം വരുന്നു.
എപ്പോഴാണെങ്കിലും ഒരു കുറ്റപ്പെടുത്തലിലൂടെ ഈ കൊച്ചിനെ അഡ്രസ്സ് ചെയ്യത്തുള്ളൂ. ഇവളൊന്നും ചെയ്യത്തില്ല, ഇവള് ഒരു പണിയും ചെയ്തില്ല. ഞാൻ പറയും എക്സസൈസ് ചെയ്യുമ്പോൾ ഞാനത് പണ്ടേ പറയുന്നത്, പക്ഷെ ഇവള് ഒരു കാരണവശാലും ഇവൾ എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പൊ അത് ശരിയല്ല. കാരണം ആ ഒരു ഏജിൽ അവളുടെ മനസ്സിനെ പൊക്കിക്കൊണ്ടുവരാൻ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് തന്നെ ആയിരിക്കണം മാതാപിതാക്കൾ. ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇവരെയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ നിർത്താൻ പറ്റും. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഞാൻ കൂടെ ഉണ്ടെന്നൊരു തോന്നല് ആ കുട്ടിക്ക് ഉണ്ടാവും. ഇതൊക്കെ ഏജിൽ വരുന്നതാണെന്ന് അവളെ ബോധ്യപ്പെടുത്തുക, അത്രേ ഉള്ളൂ. അത് ഞാനും ഇത് കടന്നു വന്നതാണെന്നുള്ളൊരു തോന്നലും കൂടെ അത് തന്നെ ധാരാളം. പക്ഷേ മെൻസ്ട്രൽ സിംറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കുറേ അമ്മമാർ എൻ്റെ അടുത്ത് വരും. ഇവർ വരുന്ന എന്തായിട്ടാ, 13 വയസ്സായി, 11ാമത്തെ വയസ്സിൽ പീരീഡായി, അവർക്ക് കഴിഞ്ഞ 1.5 വർഷമായിട്ട് പീരീഡ് ആയിട്ടില്ല ഡോക്ടറെ, വന്നിട്ട് 1.5 വർഷമായിട്ട് പീരീഡിലായി. അതൊരു പ്രശ്നമാണ്. പിന്നെ വരുന്ന എത്ര 14-15 വയസ്സുള്ള അമ്മ വരും, ഡോക്ടറെ ഇവർക്കൊരു 2 മാസം 3 മാസം കൂടുമ്പോഴാണ് പീരീഡ് വരുന്നത്, ഇത് ഓക്കെ ആണോ, ഇത് പ്രശ്നമാണോ? ഇവരത്തൊക്കെ ഞാൻ സാധാരണ പറയുന്നത്, ഒന്ന് നമ്മുടെ ആ പീരീഡ് വരുന്ന ആ ഒരു ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ്, അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓവറിയിൽ നിന്ന് യൂട്രസ്, ഈ ഒരു ആക്സിസ് കറക്റ്റായിട്ട് ഹോർമോൺ എല്ലാം അടിപൊളിയായി കറക്റ്റ് ആവാൻ ഒരു 4 to 5 years ആണ് മെച്യൂർ ആവാൻ എടുക്കുന്നത്. ആയിട്ട് അതായത് ഒരു 11 വയസ്സിൽ പീരീഡ് ആവുകയാണെങ്കിൽ ഒരു 15-16 വയസ്സ് വരെ പീരീഡ് തെറ്റി വരാം. അപ്പൊ അതുവരെ വെറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ 1 വർഷം വന്നില്ലയോ, 5 മാസം വന്നില്ലയോ, 2 മാസം വന്നില്ലെങ്കിയോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇഷ്ടം പോലെ ആയിക്കോ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പെൺകുട്ടിക്ക് അമിതമായിട്ട് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വരിക, രോമ വളർച്ച കൂടുതല, നമ്മുടെ അരവണ്ണം കൂടി വരിക. ഭക്ഷണം പുറത്തുനിന്നുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക, എണ്ണ വറുത്ത സാധനങ്ങൾ കൂടുതൽ കഴിക്കുക, മധുരം കൂടുതൽ കഴിക്കുക, എക്സസൈസ് ചെയ്യാതിരിക്കുക, ഈ സംഭവങ്ങളും കൂടെ സൈഡിലുണ്ട്. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ഒന്നും പറയാം, നന്നായി. അപ്പോൾ ഈ ഒരു ജീവിതശൈലിയാണ് ഈ പറഞ്ഞ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കെയർഫുൾ ആവണം. എന്തായിരിക്കാം, PCOD എന്ന് പറഞ്ഞ രോഗമായിരിക്കാം. ഞാൻ പറഞ്ഞ അതിന് ഡോക്ടറെ കാണണ്ട, നിങ്ങൾ ആകെ ചെയ്യേണ്ട എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതെ, പക്ഷെ അത് ചെയ്യാൻ മിക്കവർക്കും മടിയാ സാർ. എന്താ പ്രശ്നം, അവർ നമ്മളത് ഞാൻ പറയും, ഒന്നും വേണ്ട, മരുന്ന് വേണ്ട, നീ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ 4 കാര്യങ്ങൾ എപ്പോഴും പറയാം. ഒന്ന്, പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാൻ നടക്കത്തില്ല, മാസത്തിൽ ഒരിക്കലെങ്കിലും ആക്കുക. എണ്ണ വറുത്ത സാധനങ്ങൾ കഴിവതും കുറയ്ക്കുക, മധുരം കഴിവതും അവോയ്ഡ് ചെയ്യുക, ചോറ് അങ്ങനെ കാർബോഹൈഡ്രേറ്റ് റിച്ച് കാര്യങ്ങളും കുറയ്ക്കുക. ഇത് 4, പിന്നെ 5ാമത് വ്യായാമം. ഈ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാൻ പറയും. ഒരു മരുന്നും ആദ്യം ഒന്നും കൊടുക്കത്തില്ല, ഇത് ചെയ്യാൻ പറയും. പക്ഷെ അപ്പോഴും ഇവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. മരുന്നില്ലാതെ അപ്പൊ അതാണ് പ്രശ്നം. അതൊന്ന് മാറ്റി, ഈ മെയിൻ പ്രശ്നം അതാണ്. അത് ഒഴിവാക്കി ഈ കാര്യങ്ങളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഓവർകം ചെയ്യാൻ പറ്റും. അവളൊരു 5 കിലോ കുറയ്ക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ മാറും, പീരീഡ് കറക്റ്റ് ആവും. ഒരു മരുന്നിന്റെ ആവശ്യം ആക്ച്വലി എപ്പോഴാണത് അതിനൊരു ആവശ്യകത വരുത്തില്ല. ഞാനത് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ട് പോയി വരും. ചിലവർക്ക് ഫാമിലി ഹിസ്റ്ററി, അമ്മയ്ക്ക് ഡയബറ്റിസ് അല്ലെങ്കിൽ അച്ഛന് ഡയബറ്റിസ്, ഈ പെൺകുട്ടി കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഓവർ വെയിറ്റ് കയറി വരുന്നതനുസരിച്ച് 12-13 വയസ്സാകുമ്പോൾ തന്നെ ഒരു BMI 30, അതായത് ഒരു 80 കിലോ, ഒരു 5.5 ഉള്ളവരൊക്കെ 80 കിലോ പോകുന്നു, 90 കിലോ പോകുന്നു. 18 വയസ്സാകുമ്പോൾ തന്നെ 100 കിലോ എത്തുന്നു. അവിടെ എന്തോ ഒരു പാത്തോളജി ഉണ്ട്, അവിടെ ജീനാണ് അവിടെ ആ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഒരു ഡയറ്റിനും എക്സസൈസിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ ആ പെൺകുട്ടികളിൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കാനുള്ള മരുന്നുകളും കുറച്ച് മെഡിസിൻസൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടിയാവാനും ഒക്കെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. ഞാൻ പറയുന്നത് ഇതൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു BMI, നല്ലൊരു BMI ഉള്ള പീരീഡ് തെറ്റി വരുന്നൊരു കുട്ടിയാണെങ്കിൽ ഞാൻ പറയുന്നത് വർഷത്തിൽ ഇയാൾക്ക് 4 പീരീഡ് വന്നാൽ മതി. അതായത് 3 മാസം കൂടുമ്പോൾ ഒരു പീരീഡ്, ഒരു 13 മുതൽ 18, 19, 20 ആയിക്കോട്ടെ. എല്ലാ മാസം വരുത്തേണ്ട ആവശ്യമില്ല. എന്തിനാ നിങ്ങൾക്ക് എല്ലാ മാസവും വന്നില്ലെങ്കിൽ തീർന്ന് അപ്പോഴേ ടെൻഷൻ ആവാണ്. അപ്പൊ എന്തിനാ എല്ലാ മാസവും ഇതിപ്പം ശരി, അവക്കൊരു ചെറിയ ഹോർമോണൽ പ്രശ്നമുണ്ട്, അത് ഞാൻ ഈ മരുന്ന് കൊടുത്ത് എല്ലാ മാസവും വരുത്തിയിട്ട് എന്റെ മരുന്ന് നിൽക്കുമ്പോൾ വീണ്ടും പഴയ പോലെ. അവിടെ അവിടെ എന്താണ്, ആ രോഗമല്ല മാറുന്നത്. അപ്പൊ രോഗം മാറാൻ എന്നാ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഇത് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ പുള്ളിക്കാരത്ത് തന്നെ പറയും, ഡോക്ടറെ എൻ്റെ ഇപ്പോഴത്തെ പീരീഡ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു കൊല്ലത്തിൽ 4 വട്ടം വന്നെന്ന് പറയുന്നതുള്ള കാരണം എന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി ഉണ്ട് തീർച്ചയായിട്ടും. കാരണം
ഹൈപ്പർ ഈസ്ട്രജൻ അൺഅപ്പോസ്ഡ് ഈസ്ട്രജൻ എൻഡോമെട്രിയത്തിന് കിട്ടുമ്പം അത് എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ ഒരു കാരണമാണ്. അതുകൊണ്ടാണ് വർഷത്തിൽ ഒരു 4 തവണയെങ്കിലും ഒരു വിഡ്രോവൽ ബ്ലീഡിങ് ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ഒരു പ്രൊജസ്ട്രോൺ കൊടുത്ത് കുറച്ചൊക്കെ എൻഡോമെട്രിയം സ്ലഫ് ചെയ്ത് കൊടുക്കുക, ബ്ലീഡ് ചെയ്യിപ്പിക്കുക. അപ്പം മിനിമം ഈ പറഞ്ഞ 4 വരിക. കറക്റ്റായിട്ട് വരുവാണെങ്കിൽ വളരെ നല്ലത്. പക്ഷെ എല്ലാ മാസവും കറക്റ്റായിട്ട് മരുന്ന് കഴിച്ച് ബ്ലീഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. എസ്പെഷ്യലി ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കല്യാണം ഒന്നും കഴിക്കാതെ കുട്ടിയൊന്നും നോക്കാതിരിക്കുന്ന ഒരു കുട്ടിക്ക് എല്ലാ മാസവും പീരീഡ് കണ്ട ആവശ്യമില്ല. PCOD കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നല്ലോ. എപ്പോഴാണ് ഒരു PCOD എന്ന് പറഞ്ഞാൽ അവരെ ബ്രാൻഡ് ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? വളരെ കോമൺലി ഇപ്പം എല്ലാവരും എല്ലാ അമ്മമാരും എൻ്റെ അടുത്ത് വരുമ്പോൾ എന്താണ് PCOD അവർക്ക് പറയാ PCOD. അപ്പം PCODയുടെ ക്രൈറ്റീരിയ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈവൻ ഡോക്ടേഴ്സ് അറിഞ്ഞിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ലേമാനും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 3 കാര്യങ്ങളുണ്ട്. 3-ൽ 2 എണ്ണമെങ്കിലും ഉണ്ടെങ്കിലാണ് അവർക്ക് PCOD എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ എന്താ? ഒന്ന്, അൾട്രാസൗണ്ടിൽ PCOD വേണം, സ്കാനിങ്ങിൽ. അതിനും കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അത് ഡോക്ടേഴ്സ് നോക്കിക്കോളൂ, അതിനനുസരിച്ച് എഴുതിക്കോളൂ. രണ്ടാമത്തത് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, അതായത് ടെസ്റ്റോസ്റ്ററോണിന്റെ കൂടുതൽ, മെയിൽ ഹോർമോൺ കൂടുന്നു. നമ്മുടെ ഫേഷ്യൽ മുടി രോമം വളരുക, മീശ, ചെറിയ താടി, ഈ ഭാഗത്തൊക്കെ താടി വരിക, മുടി കൊഴിച്ചിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ കാലിലും കയ്യിലും ഒക്കെ കുറച്ച് രോമ വളർച്ച, ഇതൊക്കെ ഒരു ടെസ്റ്റോസ്റ്ററോൺ കൂടുന്ന ലക്ഷണങ്ങൾ. പിന്നെ ഈ കഴുത്തിൽ ഇൻസുലിൻ റെസിസ്റ്റന്റ്, കഴുത്തിൽ കറുപ്പ് കൂടി വരിക, പിഗ്മെന്റേഷൻ, അക്കാന്തോസിസ്. അപ്പം കഴുത്തിൽ കറുപ്പ് കൂടി വരിക, സെൻട്രൽ ഒബീസിറ്റി, അരവണ്ണം കൂടുക. അപ്പം ഈ പറഞ്ഞ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഏതെങ്കിലും, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ സ്കാനിലുള്ള ഇത്, മൂന്നാമത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്. ഈ 3-ൽ 2 എണ്ണം ഉണ്ടെങ്കിലേ PCOD എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു സ്കാന് നോർമലായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് പീരീഡ് കറക്റ്റ് ആണ്, വേറെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അദ്ദേഹം PCOD പേഷ്യന്റ് അല്ല. അദ്ദേഹം PCOD പേഷ്യന്റ് ആകുമായിരിക്കും, എന്തായാലും ഇപ്പോൾ അല്ല. അതിന്റെ ആ ക്രൈറ്റീരിയ അങ്ങനെയാണ്. PCOD സ്കാനിലും വേണം, അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോൾ ഈ ഫീച്ചേഴ്സ് വേണം, മെയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും വേണം. അതിനുശേഷം പീരീഡിന്റെ ഇറഗുലാരിറ്റി ചേരുമ്പോഴാണ് അത് ഇറഗുലാർ എന്ന് പറഞ്ഞാൽ എന്താ, അതും ഒരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ആ മോക്ക് എല്ലാ മാസവും 28-ാം തീയതി വന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ മാസം 31 തെറ്റി. അത് തെറ്റല്ല. 21 to 35 ആണ് പറയുന്നത്. അതായത് 21-നും 35 ദിവസത്തിനും ഇടയിൽ വരുന്ന പീരീഡ്സ് ഒക്കെ നോർമലാണ്. അപ്പൊ ഈ മാസം 22-ന് വന്നാൽ അടുത്ത മാസം 28-ന് വന്നാൽ അതും നോർമൽ തന്നെയാണ്. അപ്പൊ അതൊന്നും നമ്മൾ പറയേണ്ട ഒരു കൺസേൺ ഉള്ള ഡോക്ടർ, ഓവുലേഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. ഈ ഓവുലേഷൻ ഇങ്ങനെ പീരീഡ് വരാതിരിക്കുമ്പോൾ ഓവുലേഷനും വരുന്നില്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്? അതാണ് സാർ, ഈ അനോവുലേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ അൺഅപ്പോസ്ഡ് ഈസ്ട്രജൻ ആണ്. അത് വളരെ ചില PCOD പേഷ്യൻസ് ഉണ്ട് സാർ, അവർ എനിക്കിപ്പോഴും അറിയാവുന്ന ഒരു പേഷ്യൻ്റ്, ഒരു 115 kg ആയിട്ടാണ് ആ കുഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നത്. കുഞ്ഞിന് എത്രയോ 16 വയസ്സുണ്ട്, അച്ഛനാണ് വളർത്തുന്നത്, അമ്മ ഗൾഫിൽ സ്റ്റാഫ് നേഴ്സാണ്. ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് വരികയാണ്. ഞാൻ ഹിസ്റ്ററി എടുത്ത്, അച്ഛനും വലിയ തടിയില്ല, അമ്മയ്ക്കും വലിയ തടിയില്ല, 115 കിലോ. അപ്പൊ ചോദിച്ചെന്ന് പറഞ്ഞാൽ അച്ഛനാണേ വളർത്തുന്നത്. ഈ അച്ഛൻ ഈ പെൺകുട്ടികളോടൊരു സ്നേഹം ഉണ്ടല്ലോ. അപ്പൊ ഈ അച്ഛൻ ജോലി കഴിഞ്ഞ് ഈ കുഞ്ഞിന് 6 വയസ്സ് 7 കൊല്ലം തൊട്ട് ജോലി കഴിഞ്ഞ് എപ്പം വരുമ്പോഴും കയ്യിൽ കവർ കാണും. അതിൽ പൊറോട്ടയും കാണും, ഇറച്ചിയും കാണും, പിന്നെ കൂടെ കുറെ സ്നാക്സും കാണും. ഇത് ആ കൊച്ചു എല്ലാ ദിവസവും കഴിക്കുന്നത്. മനസ്സിലായി. ഇത് എത്ര വർഷങ്ങൾ കഴിച്ചു. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേ അവളുടെ ഹോർമോൺ അവളുടെ ശരീരം ഏറ്റെടുത്തു. പിന്നെ ഒന്നും കഴിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ വണ്ണം വെക്കാൻ തുടങ്ങി. ആ കുട്ടിക്ക് ഞാനൊരു ട്രാൻസ് റെക്ടൽ അൾട്രാസൗണ്ടാണ് ചെയ്തത്. കാരണം എനിക്ക് വജൈനൽ 15 വയസ്സുള്ള ഒരു കുട്ടി, എനിക്ക് ആ PCOD ഒന്ന് കാണാം. ഓവറിയുടെ സൈസ് വാസ് 45 cc ആയിരുന്നു. 100 ചില്ലുവാൻ ആൻഡ്രൽ ഫോളിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള, അപ്പോൾ ആ ഒരു കുട്ടി, ഈ ഒരു കുട്ടിക്ക് എന്താ ഒരിക്കലും ഓവുലേഷൻ നടക്കത്തില്ല. അപ്പോൾ അവിടെ അൺഅപ്പോസ്ഡ് ആയിട്ട് ഈസ്ട്രജൻ ഇങ്ങനെ ഗർഭപാത്രത്തിന് കിട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇവർക്ക് ഒരു ഭാവിയിൽ ക്യാൻസർ ഒക്കെ വരാൻ അവർക്ക്, അതാണ് ഈ പറഞ്ഞ PCODക്ക് ക്യാൻസർ ഉണ്ടാകാം. ഇങ്ങനെയുള്ളവർക്കാണ് ഓവുലേഷൻ തീരെ നടക്കുന്നില്ല, വർഷങ്ങളായിട്ട്, ചിലപ്പോൾ 2 വർഷമൊക്കെ 4 വർഷം പീരീഡ് ആവാത്തൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ വിചാരിച്ചു പീരീഡ് മെനോപോസ് ആയതാണ്. നല്ല AMH ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് 20. അപ്പോൾ ഭയങ്കര PCOD ആണ്. ഈ കുട്ടിക്ക് ജനറ്റിക് ഫാക്ടറിനെ കാട്ടി എനിക്ക് തോന്നുന്നു കയ്യിലുള്ള പൊതിയാണെന്നാണ് വിശ്വാസം. കയ്യിലുള്ള പൊതി ഒരു പ്രശ്നം തന്നെയാണ്, വലിയ പ്രശ്നം തന്നെയാണ്.
ഇപ്പം അങ്ങനെ അത് ഇപ്പം പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ആണ് അതിനെക്കാട്ടി വിഷയം. വിത്തിൻ നോ ഈ ടൈം ഹോസ്റ്റലിൽ വരുമ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാകുമ്പോൾ എല്ലാം അതിൽ ഓർഡർ ചെയ്യുന്നു. എങ്ങനെയായാലും സാർ എങ്ങനെയാണ് സാർ ഒരു ചപ്പാത്തി വെജിറ്റബിൾ കറി ഓർഡർ ചെയ്യുന്നത്? ഓർഡർ ചെയ്യുമ്പോൾ ഒരു അൽഫാമെങ്കിലും ഓർഡർ ചെയ്യും, അതിന്റെ കൂടെ ആഡ് ചെയ്യും ഉറപ്പായിട്ടും. അപ്പൊ അത് റെഗുലർ ആവും. ചിലപ്പോൾ ഹോസ്റ്റലിലെ ഫുഡ് നല്ലതാണോന്നില്ല, നിയർ ബൈ ഓട്ടോമാറ്റിക്കലി സ്വിഗ്ഗി ഓർഡർ ചെയ്ത്. അപ്പൊ അതൊക്കെ എന്തായാലും എനിക്ക് നല്ലത് തന്നെയാണ്. നമുക്ക് കൂടുതൽ പക്ഷെ നമുക്ക് കൂടുതൽ പേഷ്യൻസിന് വരണ്ടാത്ത ഒരു ഏരിയയിലെ ഇപ്പൊ വന്നു. അപ്പൊ നമുക്ക് പേഷ്യന്റ് വരണ്ടാത്തൊരു ഏരിയ. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത്, അതിൽ ഞാൻ പറയത്തില്ല. അല്ല ഇപ്പോ ഇൻഫെർട്ടിലിറ്റി ഒരുപാട് സെന്റേഴ്സ് കൂടി വരുക. പണ്ട് കേരളത്തിലുള്ള നമ്പരും ഇപ്പൊ ഈ 2025 നമ്മൾ നോക്കുന്ന ഭയങ്കര വ്യത്യാസം, ഭയങ്കര ഹ്യൂജ്. ഒരു സ്റ്റഡീസ് നോക്കിയപ്പോഴത്തേക്ക് ഇറ്റ് വാസ് 3% നിന്ന് 15%-ലോട്ടാണ് 2022 ഒരു സ്റ്റഡിയിൽ. അതായത് 15 കപ്പിളിൽ ഒരാൾക്ക് ഇപ്പം ഇൻഫെർട്ടിലിറ്റിയാണ്. 15 പേര് കല്യാണം കഴിച്ചാൽ ഒരു കപ്പിളിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടെന്ന്. അപ്പൊ അന്നേരം 2022 ഒരു ഇന്ത്യൻ സ്റ്റഡിയാണ്. എന്തുമാത്രം കൂടിയോ? അത് ബേസിക്കലി ഇതിൽ നിന്നാണോ, അല്ല സാർ, നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് തന്നെയാണോ അങ്ങനെ കിട്ടുന്നത്? എല്ലാം ഉണ്ട് സാർ. നമ്മൾ ഇപ്പോൾ ഒരു പെൺകുട്ടി ഞാൻ പറയാം, നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് PCOD എടുക്കാം, ഓവുലേഷൻ നടക്കുന്നില്ല, അതായിരിക്കാം ഒരു കോമൺ ഫാക്ടർ. അതിനെക്കാട്ടി വലിയൊരു പ്രശ്നം എന്താണ്? നമ്മുടെ ലേറ്റ് മാരേജ്. നമ്മൾ എല്ലാവരും ഒരു കല്യാണം, ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കും. 27-28 വയസ്സാവാതെ ഇപ്പൊ എല്ലാവരും ആ ഒരു ഏജിലാണ് കല്യാണം. 27 കെട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത കൺസൾട്ടേഷൻ എനിക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ വരുന്നത്, ഡോക്ടറെ ക്യാൻ ഐ വെയിറ്റ് ഫോർ 4 years? 4 വർഷം കഴിഞ്ഞിട്ട് മോരെ കുട്ടി എന്നുള്ളതാണ് ഒരിത്. അപ്പം തന്നെ 32 വയസ്സായി. ഈ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് വേറെ റിസർവ് ഉണ്ടല്ലോ, ഇവരുടെ ഓവറിയിൽ കുറെ ഫോളിക്കിൾസ് ഉണ്ട്. ഇവർ ജനിക്കുന്ന സമയം ഒരു 40 ലക്ഷത്തോളം മുട്ടകളുണ്ട്. ഇതിൽ നിന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും ബെസ്റ്റ് എക്സ് ഉള്ള പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 18 തൊട്ട് 21 വയസ്സാണ്. 18 മുതൽ 21 വയസ്സ്. ക്വാളിറ്റി എക്സ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പ ഗർഭിണിയാവും. 24-28 ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, നല്ലത് തന്നെ. 29-34 ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു തുടങ്ങി, ആ റിസർവിൽ നിന്ന് കുറഞ്ഞു തുടങ്ങി, മോശം എക്സായി. 35 to 40 ആകുമ്പം പുവർ oocytes, വെരി പാടാണ്. ആ എഗ്ഗിനെ കൊണ്ട് ഒന്ന് ഗർഭിണിയാക്കാൻ ഞാൻ ശരിക്കും കഷ്ടപ്പെടും. ഒരു 42 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തീരും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു എഗ്ഗിനെ പോലും ഇവർക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവർക്കുള്ള റിസർവ് നിന്ന് തീർന്നു പോകുന്നു. ഒരെണ്ണം പോലും പുതുതായിട്ട്. ആണുങ്ങൾക്ക് അങ്ങനെയല്ല, ആണുങ്ങൾക്ക് എപ്പോഴും റെഡിയാ. 3 മാസം കൂടുമ്പോൾ സ്പെർമറ്റോജനസ് നടക്കുന്നു, പുതിയ സ്പേംസ് ഉണ്ടാവും. അതുകൊണ്ടല്ലേ 90-ാമത്തെ വയസ്സിലായാലും ഒന്ന് ശ്രമിക്കാം, ഒന്നാണെങ്കിൽ കുത്തിയെടുത്തിട്ടെങ്കിലും നമുക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്ത് നമുക്ക് ഗർഭിണിയാകും. പക്ഷെ സ്ത്രീകൾക്ക് അതല്ല, അങ്ങനല്ല. അപ്പോൾ റിസർവ് ആണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 28 എന്നെ വിളിച്ച് 4 വർഷം കാത്തിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ചങ്കിലാണ് ഇടിക്കുന്നത്. കാരണം 4 വർഷം കഴിയുമ്പോൾ AMH എന്താവും? അപ്പം ഞാൻ അവരടുത്ത് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിനെ കണ്ട് ഒരു Day 2 Day 3 സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ആൻഡ്രൽ ഫോളിക്കിൾ എത്രയുണ്ടെന്ന്, ആ സമയത്ത് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാം. അതൊരു നോർമൽ വേണ്ട 10-നും 14-നും ഇടയിലാണ്. അതുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓക്കെ, ഷീ ഹാവ്. 2 AMH ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. AMH എന്ന് പറഞ്ഞാൽ ആന്റി മുള്ളേരിയൻ ഹോർമോൺ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. സാധാ ബ്ലഡ് ടെസ്റ്റ്, വലിയ കോസ്റ്റ്ലി ഒന്നും അല്ലാത്തൊരു ബ്ലഡ് ടെസ്റ്റ്. ഇത് നമുക്ക് ബാക്കി എത്ര ഒവേറിയൻ റിസർവ് ഉണ്ടെന്ന് ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടും. ഈ ഒറ്റ ടെസ്റ്റിലൂടെ. അതൊരു നോർമൽ വാല്യൂ 3 to 4 ഇടയിലാണ് വേണ്ടത്. അതൊരു ബാക്കി എത്ര റിസർവ് ഉണ്ട്, നമുക്കൊരു വെയിറ്റ് ചെയ്യാവോ ഇല്ലയോ. അപ്പൊ അതൊരു 3 to 4 ഇടയിൽ വേണ്ട 3.5 ഒക്കെ ആണെങ്കിൽ വെരി ഗുഡ്. 2 വർഷം വെയിറ്റ് ചെയ്താലും 3 വർഷം വെയിറ്റ് ചെയ്താലും ഒന്നും കുഴപ്പമില്ല, സംഭവിക്കില്ല. പക്ഷെ അത് ഒരു 2.5 താഴെയാവുമ്പോൾ നമ്മൾ കെയർഫുൾ ആവണം. 2 താഴെയാവുമ്പോൾ ഞാൻ പറയാം എത്രയും പെട്ടെന്ന് കുട്ടി 4 ഒരു 6 മാസത്തിനുള്ളിൽ ഗർഭിണിയാവും. 1 താഴെയാവുമ്പോൾ ഓൾമോസ്റ്റ് തീർന്നു. ഒരു 38-കാരിയുടെ AMH ആയി. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികളുണ്ട്. എനിക്കൊരു 23 വയസ്സ് 24 വയസ്സുള്ള കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഞാൻ ഈ AMH ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 0.2 എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടി തന്നെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ. പിന്നെ അവർക്ക് ചിലപ്പോൾ ഡോണറോ അല്ലെങ്കിൽ പുതിയ കുറേ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അതിലോട്ടൊക്കെ പോകണം. അതിലേക്ക് നമുക്ക് വരാം. കാര്യം ഇൻഫെർട്ടിലിറ്റി ഇന്നിപ്പോൾ ഒന്ന് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ലക്ഷങ്ങളാണ് നമുക്ക്, അല്ലേ? ഒരു IVF ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അതിലേക്കൊക്കെ പോവാതെ നമുക്ക് എങ്ങനെ നമ്മുടെ ആൾക്കാരെ ഒന്ന് റിവൈവ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഞാൻ ഞാൻ പൊതുവേ പറയുന്നൊരു കാര്യം, ചെയ്യേണ്ട കാര്യം ചെയ്യാന്നുള്ളതാണ്. അതായത് എൻ്റെ അടുത്തൊരു കപ്പിൾ വരുന്നു,
കൗണ്ട് 2 മില്യൺ എന്ന് വിചാരിക്കുക. അയാൾക്കും 2 മില്യൺ 2 മില്യൺ ആണ്. നോർമൽ കൗണ്ട് വേണ്ടത് 15 മില്യൺ ആണ്. ഇയാൾക്ക് 2 മില്യണേ ഉള്ളൂ. ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇയാളുടെ വൃഷ്ണത്തിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കൗണ്ട് കുറവ്. ഈ 2 മില്യൺ 3 മില്യൺ ഉള്ള ഒരാൾ എന്തെങ്കിലും കാരണവശാൽ നോർമലി കൺസീവ് ചെയ്യോ? ഇല്ല. ഇവരിപ്പോൾ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുത്താലും അലോപ്പതി എടുത്താലും ആയുർവേദം എടുത്താലും ഏത് വിഭാഗം എടുത്താലും നോർമലി ഇവർ കൺസീവ് ചെയ്യത്തില്ല. എനിക്ക് എൻ്റെ അടുത്ത് മരുന്ന് എത്താൻ പറഞ്ഞാലും എൻ്റെ മരുന്നില്ല. അവർക്ക് കൺസീവ് ചെയ്യാനുള്ള ഏക മാർഗം IVF ആണ്. ആ പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുന്നത് ശരിയാണോ? അല്ല. He should take treatment. He should take IVF treatment. പക്ഷേ വേറൊരു പെൺകുട്ടി വരുന്നു, ഈ പറഞ്ഞ പോലെ സിവിയർ എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, ശരിക്കും ബൂമിംഗ് ആയിട്ട് വരുന്നൊരു അസുഖമാണ്. ഈ ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള ഒരു പാളി, പീരീഡ് ആവുന്ന ആ പാളി ഗർഭപാത്രത്തിൻ്റെ പുറത്ത് പോയി നിൽക്കുക, ഓവറിൽ പോയി നിൽക്കുക, ട്യൂബിൽ പോയി നിൽക്കുക, അവിടെയൊക്കെ സിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇതെല്ലാം അവിടെയൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക, അഡഷൻസ് ഉണ്ടാവുക, ഒട്ടലുകൾ ഉണ്ടാവുക, ജീവൻ പോകുന്ന വേദന. അതാണ് ഞാൻ സാറിപ്പം പറഞ്ഞില്ലേ, ഒരു 13, 14, 15 വയസ്സുള്ള നമ്മളൊന്ന് PCOD കുറിച്ച്, രണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഈ ഒരു അസുഖത്തെ കുറിച്ചാണ്. ഈ ഒരു പെൺകുട്ടി പറയാണ്, അങ്ങനെ എൻ്റെ അടുത്ത് വന്നു, ഒരു 16 year old വന്നു. അവൾ 3-4 സ്ഥലങ്ങളിൽ പോയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. പുള്ളിക്കാത്തിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അസഹനീയമായ വയറുവേദന. അതിലൊരു പീരിയഡ് ടൈം, അതിൽ ക്ലൂ ഉള്ളത് പീരീഡ് തുടങ്ങുന്നതിൻ്റെ ഒരു 3 ദിവസം മുന്നേ ഈ വേദന തുടങ്ങുന്നു. അതൊരു കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് അതിന് പറയുന്നത്. പീരീഡിന്റെ ഇന്ന് തുടങ്ങുന്ന വേദനയാണ് സ്പാസ്മോഡിക് ഡിസ്മെനോറിയ. 2-3 ദിവസം മുന്നേ തുടങ്ങുകയാണെങ്കിൽ കൺജസ്റ്റീവ് ഡിസ്മെനോറിയ. അപ്പോൾ കൺജസ്റ്റീവ് ഡിസ്മെനോറിയ അസഹനീയമായ വേദന, സ്കൂൾ മിസ്സാവുന്നു, ചിലർ ഫെയിൻ്റ് ആവുന്നു, ബോധം കെടുന്നു, സ്കൂളിൽ നിന്ന് ആശുപത്രി കൊണ്ടുവന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു ഇത് കേൾക്കുമ്പോൾ നമ്മൾ ശരിയായിരിക്കും, എല്ലാവരും പറയുന്നത് എന്താ, പീരീഡ്സ് അല്ലേ, പ്രസവിച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ആ കുട്ടിക്ക് നമ്മളൊരു സ്കാൻ മിസ്സാക്കരുത്. ഈ സ്കാൻ എപ്പോഴും ഞാൻ പറയുന്നത്, ഈവൻ സോണോളജിസ്റ്റ് അടുത്ത് ഞാൻ പറയാറ്, ഇത് കഴിവതും ട്രാൻസ്റെക്റ്റൽ തന്നെ ചെയ്യുക. കാരണം ട്രാൻസ് അബ്ഡമിൽ ചെയ്യുന്നതിനും കാണുന്നതിനും നമുക്കൊരു ചെയ്യാനും പറ്റത്തില്ല ഈ കുട്ടിക്ക്. ഞാൻ ഈ കുട്ടിക്ക് ട്രാൻസ്റെക്റ്റൽ ചെയ്തു. ട്രാൻസ്റെക്റ്റൽ ചെയ്തപ്പോൾ ലെഫ്റ്റ് ഓവറിയിൽ ഒരു ഹെമറേജിക് സിസ്റ്റ്, ഒരു എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് 3 centimeter, ഡെൻസിലി അഡ്ഹറന്റ്, റെക്റ്റോമായിട്ട് അഡ്ഹറന്റ്, POD ഒബ്ലിറ്ററേറ്റ്. അതാണ് ആ പെയിൻ ഡെവലപ്പ് ചെയ്തതിന്റെ മെയിൻ റീസൺ. ഓക്കേ, അത് എത്ര വയസ്സുള്ള? 14-15 വയസ്സ്. ആ ഏജിലും വരാം. ഇഷ്ടം പോലെ കുട്ടികളാണ്. ഇന്നലെയും കൂടെ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ സാറൻ എന്നെ വിളിക്കുന്ന സമയം, ഒരു രാത്രി 11:30 നടന്നൊരു സംഭവമാണ്. ഇരയൂരത്തൊരു പേഷ്യൻ്റ്, കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. ഹസ്ബൻഡ് 1 മാസത്തേക്ക് വന്നു. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഹസ്ബൻഡ് എബ്രോഡ് ആയിരുന്നു. ഈ 1 മാസത്തേക്ക് വന്നു. April 6 എന്തോ പോകും. അപ്പോൾ ഡോക്ടറെ, ഞങ്ങൾക്ക് 1 മാസം കൊണ്ട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പീരീഡിൻ്റെ 3-ാമത്തെ ദിവസം സ്കാൻ ചെയ്യാൻ വേണ്ടി കിടത്തി. പ്രോബ് അകത്തോട്ട് കയറ്റിയപ്പോഴത്തേക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് ഓവറിയിൽ ഒരു 5 centimeter എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം, ലെഫ്റ്റ് ട്യൂബ് മൊത്തം വെള്ളക്കെട്ട്, ഹൈഡ്രോസാൽപിൻസ്. ലെഫ്റ്റ് ട്യൂബിൽ 6 centimeter ഹൈഡ്രോസാൽപിൻസ്, റൈറ്റ് ട്യൂബിൽ 3 centimeter ഹൈഡ്രോസാൽപിൻസ്. 1 മാസം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതാണ് ഈ എൻഡോമെട്രിയോസിസ്. നമ്മുടെ ആ ലൈഫ്, ആ പെൺകുട്ടിക്ക് ഇനി IVF, ഈ പറഞ്ഞ പേഷ്യൻസിനും IVF ആണ് മിക്കവർക്കും വേണ്ടി. വേറെ എന്ത് ചെയ്യാനാ? ട്യൂബ് രണ്ടും നഷ്ടപ്പെട്ടു. ഈ വെള്ളക്കെട്ടൊന്നും മാറ്റിയാലും ആ ട്യൂബ് ഫങ്ഷണൽ ആവത്തില്ല. അപ്പോൾ അവർ IVF-ൽ എത്തിപ്പെടാനുള്ള സാധ്യത വളരെ വളരെ. ഈ പെയിൻ ഡ്യൂറിങ് പീരീഡ്സ് ചിലവർ നോർമലായിട്ട് അങ്ങ് വിടാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എൻ്റെ പീരീഡ് വരുന്നു, ഇന്ന് എനിക്ക് വേദന, ഇന്ന് ഒരു ദിവസമേ പെയിൻ ഉള്ളൂ, അല്ലെങ്കിൽ നാളെയും കൂടെ കുറച്ച് പെയിൻ സഹിക്കാവുന്ന വേദന, ഒരു മെഫ്താസ്പാസ് ടാബ്ലറ്റ് കഴിച്ചപ്പോഴത്തേക്ക് അടിപൊളി, കുഴപ്പമൊന്നും. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. എല്ലാ പ്രാവശ്യവും 2 ദിവസം മുന്നേ പീരീഡ് തുടങ്ങുന്നു, പെയിൻ തുടങ്ങുന്നു, അസഹനീയമായ വേദന, സ്കൂൾ മിസ്സാവുന്നു. ഡെഫിനറ്റ്ലി ഒരു സ്കാൻ ഇൻഡിക്കേറ്റഡ് ആണ്. ഡോക്ടറെ അടുത്ത് പോയി തീർച്ചയായും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല സ്ഥലത്തുനിന്നും ഞാൻ പറഞ്ഞില്ലേ, പറ്റുമെങ്കിൽ ആ സോണോളജിസ്റ്റ് ട്രാൻസ്റെക്റ്റൽ തന്നെ ചെയ്യണം. കാരണം ഇത് ഈ മറ്റേ ആദ്യം പറഞ്ഞ കുട്ടി 3 സ്ഥലത്ത് 3 സ്കാൻ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് മനസ്സിലായി. പക്ഷേ ട്രാൻസ്റെക്റ്റൽ ഇങ്ങനെ അൺമാരീഡ് ഗേളിന് കോമൺ പ്രാക്ടീസ് അല്ല. പക്ഷേ ഞാൻ പേരൻറ്റിനെ ഒന്ന് പറഞ്ഞ, അമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞ, അമ്മ എനിക്ക് ചിലപ്പോൾ വയറിൽ കൂടെ ചിലപ്പോൾ കിട്ടത്തില്ല, എൻഡോമെട്രിയോസ് ഒക്കെ
എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഈ കൊച്ചു പിള്ളേരല്ലേ അവർക്ക് ഇതൊന്നും അറിഞ്ഞൂടല്ലോ. പക്ഷേ ഡോക്ടർ അതുമൂലം കണ്ടുപിടിക്കപ്പെടുന്ന ഒരു വളരെ അതിന്റെ ലൈഫിനെ തന്നെ മാറ്റാൻ പറ്റും ഒരു ഡയഗ്നോസിസ് അവിടെ വരുന്നത്. പലപ്പോഴും അത് നമ്മൾ മിസ്സായി പോവുകയും ചെയ്യുകയാണല്ലോ. എഗ് പ്രിസർവ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 18 വയസ്സുള്ള ഒരു കുട്ടി AMH ഇതെല്ലാം എൻഡോമെട്രിയോസിസ് ആയിരുന്നു. AMH നോക്കിയപ്പോഴത്തേക്ക് 0.3. അപ്പോൾ ആ മാസത്തേക്ക് കുറച്ച് അണ്ടങ്ങളെടുത്ത് ഞങ്ങൾ ഫ്രീസ് ചെയ്തു. കല്യാണമൊന്നും ഇപ്പോഴൊന്നും പറ്റുമല്ലോ. 18 വയസ്സുള്ള കുട്ടിയാണ്. രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. 40 ലക്ഷം എക്സ് ഉണ്ട്. എപ്പോഴാ ആ പെൺകുട്ടി ആ അമ്മയുടെ ഉദരത്തിൽ 5-ാം മാസം ആകുമ്പോൾ അന്ന് പോലെ റിസർവ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അന്ന് തൊട്ടേ കുറഞ്ഞു കൊടുക്കുക. അന്ന് വെച്ചോ കുറഞ്ഞു ആ 40 ലക്ഷത്തിൽ ഒരെണ്ണം മതി ഒരു കുട്ടി ഉണ്ടാവും അല്ലേ? എന്നിട്ട് പോലും കുട്ടികൾ ഉണ്ടാവാത്ത ഒരു അവസ്ഥയിലോട്ട് പോന്നെങ്കിൽ എന്തൊക്കെയോ ഇവരുടെ ബോഡിയിലോ സ്ട്രൈൻസിലോ സംഭവിക്കുന്നതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ എൻവയൺമെന്റ് ഒരു വലിയ റോളല്ലേ സാർ. ആ ടെമ്പറേച്ചർ നമ്മൾ പോലും അറിഞ്ഞുകൂടാത്ത ഈ താപനിലയിലുള്ള വ്യത്യാസങ്ങളും ഗ്ലോബൽ വാർമിംഗ് എല്ലാം ഇതിനകത്ത് വരും. പിന്നെ ഈ അഡൾട്രേറ്റഡ് ഫുഡ് ആൻഡ് അതർ തിങ്സ്, ഭക്ഷണമാണ് ഫസ്റ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഇതിനൊരു കണ്ടിന്യൂറ്റി എന്തായാലും വേണം. കാര്യം ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം നമ്മുടെ ആൾക്കാരിൽ എത്തണം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എടുക്കണം. നമുക്കിനി നമ്മൾ ഇതുവരെ പറഞ്ഞത് പെങ്കൊച്ചിൻ്റെ കാര്യമാണ്. ഈ ആണെന്ന് പറഞ്ഞൊരു ഫാക്ടർ അപ്പുറത്ത് കിടപ്പുണ്ട്. ഈ ഗൾഫിൽ കിടന്ന കക്ഷി ഒരു മാസം ഇങ്ങോട്ട് വന്ന് കൗണ്ട് നോക്കുമ്പോഴേ അറിയുന്നത് അവന് ലക്ഷങ്ങളിൽ നിന്ന് മില്യനിൽ നിന്ന് താഴെ കിടക്കുക. അവൻ പോലും ആ പർട്ടിക്കുലർ പേഴ്സൺ പോലും അറിയുന്നില്ല. അപ്പം ഈ മെയിൽ ഫാക്ടർ റോങ് ആണെങ്കിലും ഫീമെയിൽ ഫാക്ടർ കറക്റ്റ് ആയാലും ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇതും ഈക്വലി ഇമ്പോർട്ടൻ്റ്. അതിനെക്കുറിച്ചും നമുക്ക് എന്താണ് ഇനി ഫർദർ എങ്ങനെ കൊണ്ടുപോകുന്നൊരു അവരുടെ ആ ഒരു ഹാപ്പി മാരേജ് ലൈഫ് എൻഡ് ചെയ്യുന്നൊരു ബണ്ടിൽ ഓഫ് ജോയ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു വരുമ്പോഴാണല്ലോ അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ടോപ്പിക് കൂടെ 1-2 ടോപ്പിക്കിലേക്കും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ബിസി ഷെഡ്യൂളിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിൾ രീതിയിൽ ഒരു പേഷ്യൻറ്റിനോട് പറയുന്ന രീതിയിലാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഡോക്ടറെ ഇനിയും നമുക്ക് വെൽനസ് വാച്ചിൽ ആവശ്യമുണ്ട്. നിങ്ങളുടെ വെൽനസ്സിനും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആണായാലും പെണ്ണായാലും അവരുടെ ആ ഫെർട്ടിലിറ്റി ടൈം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ഇനിയും പറയുന്നത്. ഡോക്ടറോട് ഒത്തിരി നന്ദിയുണ്ട്. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.